സഹ്യപർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരു പുഴ ഒഴുകുകയാണ്. അണമുറിയാത്ത മനുഷ്യപ്രവാഹം ഒരു പുഴയായി മൂന്നാറിനടുത്തുള്ള കള്ളിപ്പാറയിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 ആഴ്ച. മലമുകളിലുള്ള ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഭക്തജനങ്ങളെ പോലെ അവർ സാവധാനം മല കയറുകയാണ്. 12 വർഷക്കാലത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം സസ്യസാനികളിൽ വിരുന്നെത്തിയ നീലവസന്തം ഒരു നോക്ക് കാണുവാൻ മല കയറുന്നവരിൽ വിവിധ ഭാഷക്കാരുണ്ട്, വിവിധ ദേശക്കാരുണ്ട്. കള്ളിപ്പാറ മലനിരകളിൽ വിരിയുന്ന ഈ അത്ഭുതം കാണുവാൻ ഞങ്ങൾ നടത്തിയ യാത്രാവിശേഷങ്ങളും 12 വർഷത്തിലൊരിക്കൽ നാട് കാണുവാൻ എത്തുന്ന കൊച്ചു കുറിഞ്ഞിയുടെ വലിയ കഥകളുമാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. കള്ളിപ്പാറ മലനിരകൾക്ക് ഇത് ഉത്സവകാലം. നീലാകാശം വിശ്രമിക്കാനായി കള്ളിപ്പാറ മലനിരകളിലേക്ക് പറന്നിറങ്ങിയതാണോ എന്ന് തോന്നും ഇവിടെ പൂവിരിച്ചു നിൽക്കുന്ന ഈ നീലക്കുറിഞ്ഞി വസന്തം കാണുമ്പോൾ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒത്തിരി അധികമായ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ശരിയാണ്, എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്രദേശമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സ്ഥലം കാണുമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. ഞാനും ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്, വളരെ മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഈ അത്ഭുത കാഴ്ചകളിലേക്ക് വരുന്ന വഴികൾ ഇങ്ങനെ. അതിമനോഹരമായ മൂന്നാർ തേക്കടി റൂട്ടിൽ ശാന്തംപാറയിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്താണ് നീലക്കുറിഞ്ഞികൾ മിഴി തുറന്ന് അനുഗ്രഹിച്ച കള്ളിപ്പാറ മലനിരകൾ. മൂന്നാറിൽ നിന്നും പൂപ്പാറ വഴിയുള്ള ഈ യാത്ര അവിസ്മരണീയമായ ഓർമ്മകൾ സമ്മാനിക്കും. തേയിലത്തോട്ടങ്ങളെ കീറിമുറിച്ച് മൂന്നാറിന്റെ കോടമഞ്ഞിലൂടെ വാഹനം മുന്നോട്ടു നീങ്ങുമ്പോൾ ഈ യാത്ര അവസാനിക്കരുത് എന്ന് ഏതൊരു സഞ്ചാരിയും ആഗ്രഹിച്ചു പോകും. മൂന്നാർ സന്ദർശിക്കാനെത്തുന്ന ഭൂരിഭാഗം വിനോദസഞ്ചാരികൾക്കും നഷ്ടമാകുന്ന മൂന്നാറിന്റെ ഒരു സൗന്ദര്യമുഖമാണ് നാം ഇപ്പോൾ പിന്നിടുന്നത്. മൂന്നാർ സന്ദർശിക്കുമ്പോൾ ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുന്ന ഈ റൂട്ടിലൂടെ പൂപ്പാറ വരെയെങ്കിലും ഒരു യാത്ര നടത്തുക. നഷ്ടപ്പെടുത്തരുത് അത്യപൂർവമായ ഈ യാത്രാനുഭവം. കൊച്ചി ധനുഷ്കോടി NH49 ഭാഗമാണ് ഈ റോഡ്. ഒടുവിൽ ഞങ്ങൾ കള്ളിപ്പാറയിലെത്തി. കള്ളിപ്പാറയിൽ വാഹനങ്ങളുടെ നീണ്ട നിര. ഒരു വാൻ നിറയെ പോലീസുകാരാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുവാൻ ഇവിടെ ഡ്യൂട്ടിയിലുള്ളത്. വഴിയിൽ എമർജൻസി റെസ്ക്യൂവിന്റെ വാഹനം. കള്ളിപ്പാറയിൽ വണ്ടിയിറങ്ങി ചെങ്കുത്തായ വഴിയിലൂടെ 1.5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നടത്തം. പ്രായഭേദമന്യേ എല്ലാവരും തന്നെ വടിയും കുത്തിയാണ് ഈ വഴികൾ പിന്നിടുന്നത് എന്നത് മറ്റൊരു കൗതുകം. അതിരാവിലെ തന്നെ ഇവിടെ സഞ്ചാരികൾ എത്തിത്തുടങ്ങും. കഴിഞ്ഞ ദിവസം ഈ ദുർഘടപാതയിലൂടെ സ്വന്തം അമ്മയെ ചുമലിലേറ്റി കുറിഞ്ഞിപ്പൂക്കൾ കാണിക്കാൻ കൊണ്ടുപോയ മക്കളുടെ വാർത്ത ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ദുർഘടപാതയിലൂടെ അമ്മയെ ചുമലിലേറ്റി മല കയറിയ മക്കൾ സ്നേഹം അവർണ്ണനീയം. യാത്ര ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നിടുമ്പോഴേക്കും മുന്നിൽ തെളിയുന്നത് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ. മലഞ്ചെരുവിന്റെ താഴ്വരയിൽ തമിഴ്നാടിന്റെ സമതല പ്രദേശങ്ങൾ. തമിഴ്നാട്ടിലെ ബോഡിമെട്ട്, തേനി മുതലായ പ്രദേശങ്ങളാണ് ഈ താഴ്വരയിൽ. യാത്ര ഒടുവിൽ കാത്തിരുന്ന നീലക്കുറിഞ്ഞിപ്പാടത്തേക്ക് എത്തുകയായി. ലോകത്ത് അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കുറിഞ്ഞി ഇനത്തിൽപ്പെടുന്ന ചെടികൾക്ക് 450-ലധികം വകഭേദങ്ങൾ ആണുള്ളത്. ഭാരതത്തിൽ കാണപ്പെടുന്ന 40 ഇനം കുറിഞ്ഞി ചെടികളുടെ 64% പശ്ചിമഘട്ടത്തിൽ വളരുന്നു. പശ്ചിമഘട്ടത്തിന് യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഇടം വാങ്ങിക്കൊടുക്കുവാൻ മുഖ്യ പങ്കുവഹിച്ചത് ഈ കൊച്ചു കുറിഞ്ഞിയാണ്. ാണ് കുറിഞ്ഞി വസന്തം ആദ്യമായി മനുഷ്യ ശ്രദ്ധയിൽപ്പെട്ടത്.
1 വർഷം മുതൽ 16 വർഷം വരെ ഇടവേളയിൽ പൂവിടുന്ന കുറിഞ്ഞിച്ചെടികളുണ്ട്. നാം ഇപ്പോൾ കാണുന്ന ഈ കുറിഞ്ഞിച്ചെടികൾ ഉൾപ്പെടെ ഭൂരിഭാഗവും കുറിഞ്ഞിയും പുഷ്പിക്കുവാൻ 12 വർഷത്തെ ഇടവേള ആവശ്യമാണ്. കുറിഞ്ഞിയുടെ പൂവ് കായായും കായ് വിത്തായും പരിണമിച്ച് വീണ്ടും പൂവിടാൻ 12 വർഷം വരെ എന്തിന് ഈ കുറിഞ്ഞികൾ കാത്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകുവാൻ ശാസ്ത്രലോകത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാതിരിക്കുവാൻ കുറിഞ്ഞിച്ചെടികൾ നടത്തുന്ന ഒരു ഒളിച്ചോട്ടമാണ് ഈ 12 വർഷത്തെ അജ്ഞാതവാസത്തിന് കാരണമായി ഒരു കൂട്ടം സസ്യശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്നത്. ആൻ എസ്കേപ്പ് മെക്കാനിസം. നീണ്ട 12 വർഷത്തെ ഉറക്കത്തിന് ശേഷം ഉറക്കം വിട്ടുണരുന്ന കൊച്ചു കുറിഞ്ഞികൾ സഞ്ചാരികളുടെ ഉറക്കം കെടുത്തും. വല്ലപ്പോഴും വരുന്ന വിരുന്നുകാർ ആയതുകൊണ്ടുകൂടിയാണ് കുറിഞ്ഞികൾക്ക് ഈ രാജകീയ പദവി ലഭിക്കുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വന്നത്. ഇതിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് വളരെ വലിയ നഷ്ടമാണ്. ഇത്രയും പ്രതീക്ഷയില്ല. മാക്സിമം ആൾക്കാർ പെട്ടെന്ന് വരിക, കാണുക. ജീവിതത്തിലൊക്കെ ഒരു അർത്ഥമുണ്ടാകുമ്പോൾ ഒരു ലൈഫിന് എക്സ്പീരിയൻസ്. എല്ലാരും എത്രയും പെട്ടെന്ന് വരാൻ നോക്കി, കാരണം ഇത് വാടി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കാണാൻ നോക്കി. ഇത് കണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതില്. മുകളിലേക്ക് കയറി വന്നപ്പോ ക്ഷീണം ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ എക്സൈറ്റ്മെന്റിലൊക്കെയാണ് പോയി. മഴയില്ല എങ്കിൽ ഈ പുഷ്പവസന്തത്തിന്റെ ആയുസ് 2 മാസം. 2006 മൂന്നാറിൽ കുറിഞ്ഞികൾ പൂത്തപ്പോൾ കാണാനെത്തിയത് 5 ലക്ഷത്തിലധികം സഞ്ചാരികൾ. ആ വർഷം സംസ്ഥാന ഗവൺമെന്റ് മൂന്നാറിലുള്ള 3200 ഏക്കർ കുറിഞ്ഞി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കുകയും കുറിഞ്ഞികൾ പറിക്കുന്നത് ശിക്ഷാർഹമാക്കുകയും ചെയ്തു. പട്ടവടയിലെ പ്രശസ്തമായ ഗ്രാൻഡീസ് മരകൃഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കുറിഞ്ഞി സംരക്ഷണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ്. 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന ഈ പുഷ്പ കാലാവധി പാലിയൻ ഗോത്രവർഗ്ഗക്കാർ കാലഘട്ടം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്നു. തേനീച്ചകളാണ് കുറിഞ്ഞിച്ചെടിയുടെ പരാഗണത്തിന്റെ കാരണക്കാർ. കുറിഞ്ഞി വസന്തത്തിലെ നാളുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ ഏറെ ഔഷധഗുണവും രുചിയും നിറഞ്ഞതാണ്. ഒരു മല മുഴുവൻ നീലപ്പൂക്കൾ കൊണ്ട് ആരോ ഫ്ലവർ സെറ്റ് ചെയ്തു വെച്ചതുപോലെയുള്ള ഒരു കാഴ്ച അനുഭവമാണ് ഇവിടെ സഞ്ചാരികൾക്ക് ലഭിക്കുക. ഒറ്റയ്ക്ക് കാണുമ്പോൾ ഒരു കൗതുകവും ഈ ചെടിക്കില്ല. മൂന്നാർ വട്ടവടയിൽ 1.5 പതിറ്റാണ്ടോളം സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്ന വിൻസച്ചൻ കൊച്ചുപറമ്പിൽ പറയുന്നു, നീലക്കുറിഞ്ഞിയുടെ ഭംഗി അത് തനിയെ കാണുന്നതിനേക്കാൾ ഒരുമിച്ച് കാണുമ്പോഴാണ്. ഈ കുറിഞ്ഞി വസന്തത്തിന്റെ സന്ദേശവും ഇതുതന്നെ. ഒറ്റയ്ക്ക് വളരുന്നതിലല്ല, ഒരുമിച്ച് വളരുന്നതിന്റെ ഭംഗി ഒന്നു വേറെ. അല്ല, ഇത് നമ്മൾ ആദ്യമായിട്ട് എന്നോട് വരുന്നത്, ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. കാരണം ഇത്രയും സുന്ദരമായിട്ട് വേറെ ഒന്നും പറയാനില്ല, തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ശരിക്കും അടിപൊളിയാണ്. എല്ലാവരും ബിസിയായി കാണുക. വളരെ മനോഹരമായ കാഴ്ചയാണ്. എല്ലാവരും വന്നു കഴിഞ്ഞ് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഞങ്ങളെല്ലാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒത്തിരി പേര് വരുന്നുണ്ട്. ഓക്കെ, കുറെ ദൂരം നടക്കണം, പക്ഷെ അതൊക്കെ ഇവിടെ മോളി വന്നു കഴിയുമ്പോൾ നമ്മൾ മടുപ്പ് മാറും. നല്ല ശീതളമായ കാലാവസ്ഥ ഇവിടെ. അപ്പൊ എല്ലാവരും വരിക, ഈ സ്ഥലം കാണുക, ഈ സ്ഥലത്ത് പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ ആകെ ഒരു കാര്യം ഞങ്ങൾ നെഗറ്റീവായിട്ട് നോട്ട് ചെയ്ത്, വരുന്ന സഞ്ചാരികളെല്ലാം കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം വേസ്റ്റ് ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അപ്പോൾ വരുന്നവരെല്ലാം അത് തിരിച്ചു കൊണ്ടുപോയി താഴെ ടൗണിൽ തന്നെ ഉള്ള ഡസ്റ്റ്ബിനിലൊക്കെ നിക്ഷേപിച്ച് തിരിച്ചു പോകാൻ ശ്രമിക്കുക. ഈ മനോഹര കാഴ്ച കണ്ടിട്ട് ഇങ്ങനെയും അഭിപ്രായപ്പെട്ടവരുണ്ട്. നീലക്കുറിഞ്ഞി കാഴ്ച പ്രതീക്ഷിച്ചത്ര ഇതുണ്ടായില്ല. കാരണം ഞങ്ങൾ വിചാരിച്ച ഒരു മല നിറച്ചും പോവാ വിചാരിച്ചു ചെന്നപ്പോ അവിടെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് കയറി ചെന്നിട്ട് അതിനുള്ള ഇതുണ്ടെന്ന് തോന്നിയില്ല. ശരിയാണോ കേട്ടോ? നിനക്ക് എങ്ങനെ തോന്നി? എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല. കാരണം മറ്റേ ഞങ്ങളെല്ലാരും ഓർത്തെ മറ്റേ നിറച്ചും ഒരു മലയിൽ നിറച്ചുണ്ടാവും. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ കുഞ്ഞു പൂക്കളായിരുന്നു. അത്രയും വലിയ രസമൊന്നുമില്ലായിരുന്നു. എല്ലാരും പറഞ്ഞ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലായിരുന്നു. പ്രതീക്ഷകളുടെ അമിതഭാരവുമായി ഈ മല കയറാതിരിക്കുക. ദൈവം നമുക്കായി മാത്രം മാറ്റിവെച്ച അപൂർവ നീലവസന്തത്തെ കൃതജ്ഞതയോടെ ആരാധനയോടെ സമീപിക്കുക. ഈ മണ്ണിനെ മലിനപ്പെടുത്താതിരിക്കുക. അപൂർവമായ ഒരു പുഷ്പവസന്തം മനസ്സിൽ നിറച്ച ഹരിത ഓർമ്മകളുമായി താഴ്വാരത്തിലെത്തിയപ്പോൾ മഴ വില്ലനായി എത്തി. ഒട്ടും താമസിച്ചില്ല. സഞ്ചാരികളെയും കൊണ്ട് എത്തിയ KSRTC ബസ്സിൽ ചാടിക്കയറി മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ. പെരുമഴയത്ത് ഞാൻ സമയമായത് KSRTC ബസ്സാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ട് ഈ യാത്രാവിശേഷങ്ങൾക്ക് വിരാമം. മനുഷ്യന് യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് പൈസയേക്കാൾ യാത്ര ചെയ്യാൻ വേണ്ട വസ്തു. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തനിയെ യാത്രക്കാരനാകും. അപ്പോൾ യാത്ര ചെയ്യാനുള്ള ഒരു വലിയ അഭിവാഞ്ച, ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ യാത്ര സാധ്യമാണ്. നന്ദി.